ാണ് ആലിഞ്ചിയുടെ പ്രതികരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തിലല്ല ഇപ്പോൾ ആലഞ്ചേരി ഈ മെസ്സേജ് കൊടുത്തിരിക്കുക. കർദിനാൾ ആലഞ്ചേരി മാത്രമല്ല, കേരളത്തിലെ വിവിധ മെത്രാന്മാർ കേന്ദ്രം ഭരിക്കുന്ന BJPയെ അനുകൂലിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അവരോട് മൃദു സമീപനം പുലർത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ കുറച്ച് നാളുകളായി തന്നെ തുടരുന്നതായി കാണാം. പക്ഷെ ഞാൻ അതിന്റെ ഉള്ളിലേക്കാണ് കടന്നു പോവുക. ഇവരൊക്കെ എന്നു മുതലാണ് BJPയോട് മൃദു സമീപനം തുടങ്ങിയത്? ഇവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നുകിൽ എൻഫോഴ്സ്മെന്റ് EDയുടെ അന്വേഷണം നേരിടുന്നവർ, അല്ലെങ്കിൽ ഇവർ CBIയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്നവർ, എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്നവർ, അതല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്നവർ, അങ്ങനെ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളെ നേരിടുന്ന മെത്രാന്മാരാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുമായി പുറത്തേക്ക് വരിക. ഇവർ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഭൂരിപക്ഷം ക്രൈസ്തവർക്കും തോന്നില്ല. കാരണം കഴിഞ്ഞ 7 വർഷമായി നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ അങ്ങ് കർണാടക വരെയുള്ള ഭാഗങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന സംഘപരിവാർ പീഡനം അല്ലെങ്കിൽ RSSകാർ നടത്തുന്ന അതിക്രമങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തിന്റെ പേരിൽ അതിൽ പ്രധാനമന്ത്രി പള്ളിയിൽ വരുന്നു എന്ന പേരിൽ ഇത്രയൊക്കെ കാര്യത്തിന്റെ പേരിൽ ഒരു മൃദു സമീപനം പുലർത്തേണ്ട യാതൊരു ആവശ്യവും ഇവർക്കില്ല. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? തങ്ങളുടെ നിലനിൽപ്പ്, തങ്ങൾക്ക് കോടതിയിൽ നിന്ന് എതിരായ ഒരു നിലപാട് വരരുത്, തങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സ്വന്തം ഇഷ്ടപ്രകാരം, വിശ്വാസികളെ കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സഭയുടെ ഭൂമി വിൽക്കുന്നു, സഭയിലേക്ക് പല കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു, ഇതൊക്കെ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കണം. ഇതിനൊന്നും കേന്ദ്രത്തിന്റെയോ കേരള ഗവൺമെന്റിന്റെയോ തടസ്സങ്ങൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഭരിക്കുന്ന പാർട്ടിയോട് ഒരു മൃദു സമീപനം പുലർത്തിക്കൊണ്ട് അവരുടെ ഒരു കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ ചരിക്കുന്നു എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിന് ഉണ്ടാക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റോട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 5-6 വർഷത്തിനിടയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിട്ടുള്ള ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഞാൻ EDയുടെ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് കർദിനാൾ ആലഞ്ചേരി. EDയുടെ അന്വേഷണം എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. ആ ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടക്കത്തിൽ വളരെ ഫാസ്റ്റായി മൂവ് ചെയ്ത അന്വേഷണം പെട്ടെന്ന് സ്റ്റോപ്പായി. അപ്പോൾ അതിന്റെ ബാക്കി പത്രങ്ങൾ, ബാക്കി മൂവ്മെന്റ്സ് നടക്കരുത്, അല്ലെങ്കിൽ നടന്നാൽ തന്നെ തങ്ങൾക്ക് എതിരാവരുത് എന്ന നിലപാടോടുകൂടി തന്നെയാണ് ഈ BJP അനുകൂല മൃദു സമീപനം കർദിനാൾ ഈ ഉയർപ്പ് ഞായറാഴ്ച സ്റ്റേറ്റ്മെന്റായി പുറത്തുവിട്ടിട്ടുള്ളത്. മറ്റൊന്ന്, ദുഃഖവെള്ളിയാഴ്ച അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പൊതുസമൂഹം മുഴുവൻ അന്താളിച്ചിരിക്കുകയാണ്. കാരണം 5 വർഷം മുമ്പ് ഇതേപോലെ തന്നെ ജസ്റ്റിസ് കമാൽ പാഷ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിനെതിരെ നടത്തിയ വിധിക്കെതിരെ അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു ദുഃഖവെള്ളിയാഴ്ച വിജാതീയ കോടതികൾ ഞങ്ങൾക്കെതിരെ നീതിരഹിതമായ വിധികൾ പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ദുഃഖവെള്ളിയാഴ്ച വിശ്വാസികളോട് പള്ളിയുടെ അൽത്താരയിൽ, പരിശുദ്ധമായ അൽത്താരയിൽ കയറി നിന്നുകൊണ്ട് പ്രസംഗിച്ചു. അന്നും ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അനുകൂലമായ വിധികൾ വരുമ്പോൾ അത് ഇന്ത്യൻ സിവിൽ നിയമങ്ങൾ അനുസരിക്കണമെന്ന് പറയുകയും തങ്ങൾക്കെതിരായ വിധികൾ ഏതെങ്കിലും ജഡ്ജിമാർ, ജസ്റ്റിസുമാർ എവിടെയെങ്കിലും പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ അധികം കമന്റ് ചെയ്താൽ അത് ശരിയല്ല, ആ നീതിന്യായ വ്യവസ്ഥകൾ, ആ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ല, ആ കോടതി വിധി ആരെങ്കിലും എഴുതി കൊടുത്തതാണ്, അത് വിജാതീയ കോടതിയാണ്, ഞങ്ങൾക്ക് ബാധകം കാനോൻ നിയമമാണ് എന്ന തരത്തിൽ ഇന്ത്യൻ സിറ്റിസണായി നിന്നുകൊണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന ഓരോ പ്രഖ്യാപനമാണ് ദുഃഖവെള്ളിയാഴ്ച അദ്ദേഹം നടത്തിയത്. ഇതിനെതിരെ കോടതി അലക്ഷ്യ കേസുമായി പോകാൻ പല സംഘടനകളും ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ പൊതുസമൂഹത്തെ അല്ലെങ്കിൽ പൊതുവിശ്വാസികളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് അവർക്ക് ലഭിക്കുന്ന അവസരം, അതായത് ദുഃഖവെള്ളിയാഴ്ച പോലുള്ള അല്ലെങ്കിൽ ഈസ്റ്റർ പോലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ കേരള സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവം മുഴുവൻ ശ്രദ്ധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി പൊതുസമൂഹത്തെ തന്നെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്.